എക്സാംസിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല, പ്രിപ്പറേഷനെ പറ്റി ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ആ ഒരു ടൈമിലാണ് ഞാൻ സെറൈനെ കുറിച്ച് അറിയുന്നതും അതിനകത്തേക്ക് ജോയിൻ ചെയ്യുന്നത്. സെറൈന്ന് എനിക്കൊരു നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. അഡ്മിഷന്റെ സമയത്താണെങ്കിലും അറ്റൻഡ് ചെയ്ത ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റി എൻട്രൻസിലും എനിക്ക് ഒരു 10-ൽ താഴെയായിട്ട് റാങ്ക് വന്നിട്ടുണ്ട്. അക്കാഡമിക്കലി എനിക്കൊരു ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്പേസ് ആയിട്ട് എനിക്ക് സെറ മാറിയിട്ടുണ്ട്. CUET പ്രിപ്പറേഷൻ ഞാൻ തുടങ്ങുന്ന സമയത്ത് എനിക്ക് എക്സാംസിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല, പ്രിപ്പറേഷനെ പറ്റി ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ജാനുവരി ഫെബ്രുവരി ആ ഒരു ടൈമിലാണ് ഞാൻ സെറൈനെ കുറിച്ച് അറിയുന്നതും അതിനകത്തേക്ക് ജോയിൻ ചെയ്യുന്നതും. അപ്പോൾ അപ്പം തൊട്ട് സെറൈന്ന് എനിക്കൊരു നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. അഡ്മിഷന്റെ സമയത്താണെങ്കിലും ആ സമയത്ത് അറ്റൻഡ് ചെയ്ത ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റി എൻട്രൻസിലും എനിക്ക് ഒരു 10-ൽ താഴെയായിട്ട് റാങ്ക് വന്നിട്ടുണ്ട്. അപ്പം അഡ്മിഷന്റെ സമയത്ത് ഉണ്ടായ കൺഫ്യൂഷൻസും കാര്യങ്ങളും പിന്നെ എന്നെ ഒരുപാട് രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഫാക്കൽറ്റീസ് ആണെങ്കിലും പിന്നെ ഓർഗനൈസേഴ്സ് ആണെങ്കിലും എല്ലാവരും ലൈക്ക് അഡ്മിഷൻ സമയത്തും അക്കാഡമിക്കലി എനിക്കൊരു ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്പേസ് ആയിട്ട് എനിക്ക് സെറ മാറിയിട്ടുണ്ട്. CSIR-നാണെങ്കിലും എക്സാമിന് നല്ല രീതിയിൽ അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഇവിടെ നിന്നുള്ള ക്ലാസ്സസ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.